വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് സാമ്പാർ പൊടി വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഈ സാമ്പാർ പൊടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കപ്പിൽ അല്ലെങ്കിൽ സ്പൂണിലാണ് ഇതിൻ്റെ അളവെല്ലാം പറയാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഗ്രാമിലുള്ള അളവും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അളന്നെടുക്കാൻ സൗകര്യം അതുപോലെ എടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ കപ്പിലുള്ള അളവ് പറയാം, കപ്പിലും സ്പൂണിലും ഉള്ള അളവ് പറയാം. 1.5 കപ്പ് വറ്റൽ മുളക് അല്ലെങ്കിൽ ഉണക്കമുളക് വേണം. 6 ടേബിൾ സ്പൂൺ മല്ലി. ഇതിന് പകരം മല്ലിപ്പൊടി ഉപയോഗിക്കരുത്, ഇതിനാണ് ഫ്ലേവർ കൂടുതൽ. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ തോരൻ പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ ഉലുവ, 3/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ശരിക്കും മഞ്ഞൾപ്പൊടിക്ക് പകരം നമുക്ക് ഉണക്കം മഞ്ഞൾ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്കിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഞാനൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തോന്നേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം കായം വേണം, വളരെ ചെറിയ പീസ് മതി. അപ്പോൾ ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് പൊടിക്കുന്നത്. അപ്പോൾ മൂപ്പിക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് ചെയ്യുക, ഒരുമിച്ച് ചേർത്ത് മൂപ്പിക്കരുത്. കാരണം ഇത് ഓരോ സാധനവും മൂത്ത് കിട്ടാനായിട്ട് എടുക്കുന്ന സമയം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് തന്നെ ചെയ്യുക. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചു. പാൻ ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ ആദ്യം ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ഇത് ഏതായാലും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ചൂടിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഉണക്കമുളക് മൂപ്പിക്കുമ്പോൾ അത് നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചുമയ്ക്കാൻ തോന്നും, അതാണ് അതിൻ്റെ പരുവം. അതുവരെ മൂപ്പിക്കാം. അപ്പോൾ ഇത് റെഡിയായി, ഇത് മാറ്റി വയ്ക്കാം. അതുപോലെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. മല്ലി ചേർത്തു, തോരൻ പരിപ്പ്, കടലപ്പരിപ്പ്, ഉഴുന്ന്, ഉലുവ, കുരുമുളക്, ജീരകവും കടുകും ഒരുമിച്ച് ചേർത്താൽ മതി, അത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഇതെല്ലാം നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഈ മഞ്ഞൾപ്പൊടിയും കായവും ചേർക്കാം. ഉണക്ക മഞ്ഞളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മൂപ്പിച്ചെടുക്കണം. ആദ്യം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ പൊടിക്കണം, നല്ല തണുത്ത് പോകരുത്. ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാർ എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം, ഒട്ടും തന്നെ വെള്ളം പാടില്ല. ഇതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് പൊടിക്കുക. നല്ല പൗഡർ ആവണം, ഒട്ടും തന്നെ തരിയും വരരുത്. നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആദ്യം ഈ പൗഡർ ഇതുപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റിൽ ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം. ഇപ്പോൾ സാമ്പാർ പൊടിയെല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, കാരണം നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് പൊടിച്ചതുകൊണ്ട് അതിൻ്റെ ആ സ്പൈസസ് ഒക്കെ ഒരുപോലെ എല്ലാ സ്ഥലത്തും വരുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് ഈ പ്ലേറ്റിൽ ഇതുപോലെ നിരത്തി വെക്കുക. അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കുപ്പിയിലിട്ട് വെച്ചാൽ മതി. ഇതൊരു 2 ആഴ്ച വരെയൊക്കെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഏത് പൊടിയായാലും വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്നതിനാണ് എപ്പോഴും ഫ്ലേവർ കൂടുതൽ. അപ്പോൾ ഒത്തിരി നാൾ നമ്മളിങ്ങനെ പൊടിച്ച് വെക്കരുത്. അപ്പോൾ 2 ആഴ്ചത്തേക്കൊക്കെ പൊടിച്ച് വെച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്ക് നല്ല സാമ്പാർ പൊടി വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ്. കാരണം നമുക്കറിയാം അതിനകത്ത് എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.